നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കൊച്ചു വീഡിയോയാണ്. ഇത് കാണിക്കുന്ന ബ്ലൗസാണ്, റെഡിമെയ്ഡ് ബ്ലൗസാണ്. ഇതുണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ള ജനപ്രിയമായിട്ടുള്ള ഒരു ബ്ലൗസായിരുന്നു. ഇത് അന്ന് ഇറങ്ങിയപ്പം ഇത് 3XL സൈസുകാർക്ക് പറ്റുന്നില്ലായിരുന്നു. XXL വരെ വന്നിട്ടുള്ളൂ. ഇത് 2 തവണയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരമെല്ലാം XXL സൈസുകാർക്കേ വന്നിട്ടുള്ളായിരുന്നു. ഒത്തിരി പേര് പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടേ, വണ്ണമുള്ളവർക്ക് എന്നാ ഇടത്തില്ലേ എന്നൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് 3XL അപ് ടു 3XL സൈസ് വരെയാണ്. ഇത് കേട്ടിട്ടേ ബ്ലൗസ് വാങ്ങിക്കാവുള്ളൂ. അതായത് 3XL സൈസ് വരെയുള്ള ആർക്ക് വേണമെങ്കിൽ ഈ ബ്ലൗസ് വാങ്ങിക്കാം. സ്മോളോ, മീഡിയം, ലാർജ്, XL, XXL, XXL പല ബ്ലൗസ് ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ഒറ്റ സൈസ് മാത്രമേ ഉള്ളൂ. ഫ്രീ സൈസ് എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. നിങ്ങളുടെ സൈസിനെ കഴിഞ്ഞും ഇച്ചിരി ലൂസാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ജസ്റ്റ് സൈഡ് ഒന്ന് ഓൾട്ടർ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓൾട്ടർ ചെയ്യാൻ യാതൊരു പാടുമില്ല. അത് കണ്ടോ, ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഈ പുറത്തെ ഈ ഒരു ഇത്തലെ വർക്ക് കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇത് ഓൾട്ടർ ചെയ്യാൻ പാടാന്ന്. ഒരു പാടുമില്ല. അകം ഇങ്ങനെ ഇതാ വെറുതെ പ്ലെയിൻ, അതുകൊണ്ട് ഓൾട്ടർ ചെയ്യാൻ പാടില്ല. ഈ ബ്ലൗസ് ഒത്തിരി പേർക്ക് ഓർമ്മ കാണും. പിന്നെ ഈ നിങ്ങളുടെ കയ്യിൽ ഇതിനകത്ത് ഇപ്പം അത്യാവശ്യം കോമൺ കളേഴ്സാണ് ഉള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ കളേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണ്ട. നിങ്ങളുടെ കയ്യിൽ ഈ മോഡലുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ വെയർ ബ്ലൗസാണ്. ഇതുണ്ടോ, ഇതാണ് ബ്ലൗസ്. ഇത് എൻ്റെ സൈസ് ലാർജാണ്. എനിക്കൊരു പൊടിക്കൊരു ഇച്ചിരി ഭയങ്കരമായിട്ട് ഫിറ്റിങ് നോക്കുന്നില്ല എങ്കിൽ കുഴപ്പമില്ല. ഭയങ്കരമായിട്ട് ഫിറ്റിങ് നോക്കുന്നുണ്ട് എങ്കിൽ എനിക്കൊന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്തത് അതൊരു പൊടിക്കൊന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇതിപ്പം നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡ്. ഇത് കണ്ടോ, ഇങ്ങനെ അടുത്തോട്ട് കയ്യിലോട്ട് നോക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഇവിടേക്ക് ഇത് കുറഞ്ഞിട്ട് കയ്യിലോട്ട് നല്ല നിറച്ചും ഫിനിഷിങ് ആയിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെ ഈ ബ്ലൗസിൻ്റെ റേറ്റ് ഇത്രയേ ഉള്ളൂ, 360 അത്ര റേറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാലും നിങ്ങളിതൊരു ഫങ്ഷൻ വെയർ ബ്ലൗസ് ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളിതിനെ നോക്കാൻ പാടുള്ളൂ. അല്ലാതെ 360 രൂപയുടെ ബ്ലൗസ് അല്ലേ എന്നോർത്ത് നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും അത് ചുമ്മാ കൊണ്ട് വെള്ളത്തിൽ കഴുകും അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. ബാക്ക് ഇങ്ങനെ ഫ്രണ്ടിലത്തെ സ്ലീവ് സ്ലീവല്ല, നെക്ക് കറക്റ്റായിട്ട് വരും. ആവശ്യത്തിനുള്ള ഇറക്കവും കാര്യങ്ങളും എല്ലാം വരും. ഒത്തിരി ഇടുങ്ങിയൊന്നും കയറിയിരിക്കത്തില്ല. പക്ഷേ ബ്ലൗസും ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ശരീരത്തിനനുസരിച്ച് ഇത് സ്ട്രെച്ചായിട്ട് വന്നോളും. ബാക്കിലത്തെ നെക്കും അതെ കറക്റ്റാണ്, എൻ്റെ നോട്ടത്തിൽ കറക്റ്റാണ്. പിന്നെ ഒത്തിരി കഴുത്ത് വെട്ടി ഇറങ്ങി വേണമെന്നുള്ളവർക്ക് അത്രയൊന്നും കിട്ടത്തില്ല. കറക്റ്റാവും. ഒരു ഫാഷൻ ഇല്ലാതെ തീരെ അങ്ങ് കയറി ഒന്നും അല്ലാത്ത രീതിക്ക് ഇരിക്കുന്നില്ല. കറക്റ്റായിട്ടാണ് ഇരിക്കുന്നതെന്നാണ് എൻ്റെയൊക്കെ ഒരു ഇഷ്ടം വെച്ച് നോക്കിയിട്ട് ഞാൻ പറയുന്നത്. പിന്നെ പലർക്കും പല ഇഷ്ടങ്ങളല്ലേ. അടുത്ത കളറിൻ്റെ ടീൽ ബ്ലൂ ഷെയ്ഡ് നല്ല ബ്ലൗസാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത്ര റേറ്റ് അല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കളർ ബ്ലൗസുകൾ നിങ്ങൾക്ക് കാണും. പക്ഷേ ഈ മോഡൽ നിങ്ങൾക്കില്ല എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങിച്ചോ. കാരണം ഇതെപ്പോഴും വരാറുള്ള ഒരു ബ്ലൗസ് അല്ല. ഈ 3XL സൈസിൽ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഞാൻ 2 തവണയോളം ഇത് ഓൺലൈനിൽ കാണിച്ചിട്ടും പിന്നെ ഞാനിത് വന്നപ്പോൾ ചാടി എടുത്ത് എന്തിനാന്ന് ചോദിച്ചാൽ 3XL സൈസ് ആദ്യമായിട്ട് ആണ് 3XL സൈസിൽ വരെ ഉള്ളവർക്കും കൂടെ പാകത്തിന് ഇത് വന്നിരിക്കുന്നത്. നല്ല അത്യാവശ്യം സ്ട്രെച്ചും ഉണ്ട്. സാധാരണ ഈ വർക്ക് ചെയ്ത ബ്ലൗസേ വരുമ്പോൾ സ്ട്രെച്ച് കുറവാണ് വരുന്നത്. അത്യാവശ്യം സ്ട്രെച്ചുണ്ട്. നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങോടുകൂടി കിടക്കും. ഒരു ബനിയൻ മെറ്റീരിയലിൽ തീർത്ത അല്ലെങ്കിൽ സ്കിൻ ഫിറ്റ് സ്ട്രെച്ചബിൾ ബ്ലൗസ് ഇട്ട ഒരു ഫീലേ നിങ്ങൾക്ക് പുറമേ നോക്കുമ്പോൾ തോന്നത്തില്ല. ഞാനാണ് ഇതിന് ഗ്യാരണ്ടി. കാരണം ഞാൻ ഈ ബ്ലൗസ് എടുത്ത് എനിക്കങ്ങനെ ബനിയൻ ബ്ലൗസാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ റെഡിമെയ്ഡ് ബ്ലൗസാണ് സ്ട്രെച്ചബിൾ ബ്ലൗസാണെന്ന് തോന്നുന്ന ഒരു ബ്ലൗസ് ഇടുന്നത് എനിക്ക് വലിയ ഇഷ്ടമില്ല. പേഴ്സണലി എനിക്കത് ഇഷ്ടമില്ല. പക്ഷെ ഒരിക്കലും നമുക്ക് വെളിയിൽ എല്ലാം നോക്കി മനസ്സിലാകത്തേയില്ല. ഞാനിത് പട്ടുസാരികളുടെ കൂടെയൊക്കെ വെയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അന്നേരം ഒന്നും തിരിച്ചറിയത്തില്ല. ഇപ്പം എന്നോട് കണ്ടവർ ചോദിച്ചാൽ എങ്ങനെ കറക്റ്റായിട്ട് ബ്ലൗസ് സാരിക്കുന്നത് ചോദിച്ചത് സത്യമായിട്ട് ഞാൻ പറയാം. കാരണം എന്നാന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ഫിറ്റിങ്ങും ഫിനിഷിങ്ങുമാണ് കേട്ടോ. നല്ല ബ്ലൗസാണ്. ബോഡി ഫുള്ള് ഈ ഒരു സാധനം കൊണ്ട് ഈ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രിൻസസ് കട്ട് വരുന്ന ഭാഗമാണ് ഫ്രണ്ട് പോർഷൻ. നേവി ബ്ലൂ അടുത്ത കളറ്. കുറേ കളേഴ്സ് ഉണ്ട്, പേസ്റ്റൽ കളേഴ്സ് ഉണ്ട്. പക്ഷേ അത് ഞാൻ ഓൺലൈനിൽ കാണിക്കുന്നില്ല. നമുക്കത് സെയിൽ ചെയ്യുന്നില്ല, ഓൺലൈനിൽ സെയിൽ ചെയ്യുന്നില്ല. നേവി ബ്ലൂ കണ്ടോ,
ഇതിൻ്റെ ഈ വർക്ക് ചെയ്തിരിക്കുന്ന നല്ല ഇത് 360 രൂപയല്ലേ ഉള്ളൂ. നമുക്ക് പെർഫെക്റ്റ് ഫിനിഷിങ്ങോട് കൂടി കിട്ടും. പിന്നെ ഇതിൻ്റെ ഗ്ലിറ്റർ പോകുമോ എന്ന് ചോദിച്ചാൽ ചിലരൊക്കെ ചോദിക്കും, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ കയ്യിൽ ഇങ്ങനെ കളർ ചെറിയ 1-2 പാടൊക്കെ അവിടെ ഇവിടെയൊക്കെ വരും. പിന്നെ കാലക്രമേണയൊക്കെ പോകും. ഇത് 360 രൂപയുടെ ബ്ലൗസിനല്ലാതെ നമുക്ക് 3 വർഷം വാറണ്ടി എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോഴൊക്കെ പോയേക്കാം. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും ഒരു റെഡിമെയ്ഡ് ഒരു പാർട്ടി വെയർ ബ്ലൗസിനെ കണക്കാക്കുന്ന രീതിക്ക് ഇതിനെ വാഷ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ എടുക്കാവുള്ളൂ. ഒറ്റ ഇടലിനൊന്നും പോയി വാഷ് ചെയ്യരുത്. പിന്നെ സ്പ്രേ അടിക്കുന്നത് കറക്റ്റ് അടിക്കരുത്. അങ്ങോട്ട് ഇങ്ങനെ ഹോള് നോക്കി അങ്ങോട്ട് കറക്റ്റ് അടിച്ച് വിടരുത് തേലോട്ട്. ബോഡിയിൽ അടിക്കുന്ന സ്പ്രേ ഇതിടുമ്പോൾ ഉപയോഗിക്കാവുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. റെഡ് എന്ന് പറഞ്ഞാൽ ഒരു ചില്ലി റെഡിൻ്റെ ഒരു കളർ കേട്ടോ. റെഡിഷ് മെറൂൺ അല്ല, ചില്ലി റെഡ്, ബോട്ടിൽ ഗ്രീൻ. നല്ല കളേഴ്സും നല്ല വർക്കും. ഇതിൻ്റെ ആ ഒരു വർക്കിനുള്ള ഫിനിഷിംഗ് ആണ് ഭയങ്കരം എന്ന് പറയുന്നത്. ഭയങ്കര രസമായിട്ട് ഇങ്ങനെ പിടിക്കണോ? ഇതൊന്നും അല്ലാതെ എനിക്ക് ഇതിനെന്നെ ടൈറ്റ് പിടിച്ചു. എടുത്തത് കേട്ടോ, വൈറ്റ് എടുത്തോ. വൈറ്റ് തന്നെ എടുക്കുന്നല്ല, നല്ല രസമാണ്. നല്ലൊരു വൈറ്റേ കൂടെ ഗോൾഡൻ വർക്കാണ് പോയിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. പേസ്റ്റൽ കളറിലുള്ള പാർട്ടി വെയർസ് ഇടുമ്പം ഭയങ്കര ആപ്റ്റാണ്. പിന്നെ ഇൻഡിഗോ കളർ, ഇങ്ങനത്തെ കളറുകൾക്കെല്ലാം ഭയങ്കര ആപ്റ്റാണ്. പിന്നെ കേരള സാരി പോലത്തെ ഡ്രസ്സസ് വെയർ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഇതിനുള്ള സാരി പോലും എൻ്റെ മനസ്സിലോട്ട് വരും. അതിന് പിള്ളേരോടൊക്കെ എന്നെ നമ്മൾ വലിയ കാര്യമായിട്ട് വയ്ക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ എല്ലാം കേട്ടിട്ട് വയ്ക്കുന്ന അതിന് ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യങ്ങളല്ലേ രസമാണ്. പിള്ളേരായി നമ്മൾ മാറിയാൽ മതി, പ്രശ്നമില്ലല്ലോ. ഇതുണ്ട് കോഫി ബ്രൗൺ, ഡാർക്ക് കളേഴ്സിനൊക്കെ ഇടാം. നിറച്ചും ഈ കയ്യെ ഹെവിയായിട്ട് സ്റ്റോൺ വർക്ക് ചെയ്ത പോലെ ഇത് തോന്നത്തുള്ളൂ. ശരിക്കും നോക്കിയാൽ സ്റ്റോൺ അല്ല ഇത്. ശരിക്കും ഇത് സീക്വൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഇതെന്താ സാധനം എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഈ വൈറ്റ്നർ ഇല്ലേ, അത് ഇങ്ങനെ പ്രസ് ചെയ്ത് പോലെ എന്ന് പറഞ്ഞ പോലെ ഒരു ഗ്ലിറ്റർ അതാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റോൺ പോലെ തന്നെ ഫീൽ ചെയ്യിക്കും. പിന്നെ ഇത് ഇളകി മുഖത്തൊക്കെ പിടിക്കുമെന്ന് ചോദിച്ചാൽ 1-2 ഒക്കെ വരും കേട്ടോ, വെളിയിലോട്ടേക്ക് പറ്റും. അല്ലാതെ പണ്ടമാനം അങ്ങ് തൊടുമ്പോഴേ വരുന്നില്ല അല്ലേ. ഈ ഒത്തിരി ഇത് ഇവിടെ ഉരച്ചിട്ട് പോലും വരുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നും വരുന്നില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 100 കണക്കിന് സെയിൽ നടന്ന ഒരു സാധനമായത്, 100 കണക്കിന്. അപ്പം എനിക്കങ്ങനെ കംപ്ലയിൻസ് ഒന്നും വന്നിട്ടേ ഇല്ല. ആകെപ്പാടെ ഒരു പ്രാവശ്യം ഒരെണ്ണം കണ്ട് ഇത് ഗ്ലിറ്റർ പിടിക്കാതെ നമ്മളൊരു ഇങ്ങോട്ട് വന്നതിൻ്റെ ഒരു ഡാമേജ് അയച്ചു പോയപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാതെ പോയതിൻ്റെ അങ്ങനെ ഒരെണ്ണം കണ്ട് വന്നിട്ടുണ്ട്. ബ്ലാക്കിലൊക്കെ നിങ്ങൾ നോക്ക്, എന്ത് രസമാണെന്ന് നോക്ക്. നല്ല പാർട്ടി വെയർ ബ്ലൗസ്. പിള്ളേർക്ക് ഇത് ഇടുന്നവരില്ലേ, സ്കേർട്ട് ഇടുന്നവർക്ക് ക്രോപ്പ് ടോപ്പായിട്ട് ഇത് നല്ല രസമാട്ടോ, നല്ല ഭംഗിയാണ്. അന്ന് ഞാൻ പറയാം, എൻ്റെ ഒരു സ്റ്റാഫിൻ്റെ മോള് ഇത് സ്കേർട്ട് ഇട്ടിട്ട് ക്രോപ്പ് ടോപ്പായിട്ട് ഓണത്തിന് ഇട്ടിട്ട് എന്താ ഭംഗി. ഫോട്ടോസ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് നമ്മുടെ ബ്ലൗസ് അല്ലേ എന്നും പറഞ്ഞ് ഞാൻ ചോദിച്ചു. അപ്പോഴൊക്കെ മനസ്സിലാകുന്ന ഇത് വെറും റെഡിമെയ്ഡ് ബ്ലൗസ് ആണെന്ന്. പക്ഷെ അത് ആ ടോപ്പിൻ്റെ ബ്ലൗസ് ആണെന്ന് തോന്നുന്നു. പിള്ളേർക്ക് ക്രോപ്പ് ടോപ്പായിട്ട് ഒത്തിരി നല്ല ദാവണിയൊക്കെ ഇടാനും അങ്ങനത്തെ ഒക്കെ. ഇനിയിപ്പോൾ വിഷുവൊക്കെ വരികയല്ലേ, ആ സമയത്ത് ചിലപ്പോൾ നമുക്കത് കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കളർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്ത ബ്ലൗസ് ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് വെച്ചോളുക. ഭാവിയിൽ ഉറപ്പായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ പിന്നെ ആസ് യൂഷ്വൽ ബ്ലൗസിന് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, അറിയാലോ. ഇത് XXL, XXL സൈസ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം. പിന്നെ നിങ്ങളുടെ ബോഡിയുടെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കാണ് അറിയാവുന്നത്. അത് അത്യാവശ്യം സ്ട്രെച്ച് ആകുന്നുണ്ട്. ഓവർ വണ്ണം കൂടുതലുള്ളവർ 3XLൻ്റെ മുകളിലേക്കുള്ളവർ എടുക്കുകയാണെങ്കിൽ അത് അവനവൻ്റെ റിസ്കിലെടുക്കുക. റിട്ടേണും എക്സ്ചേഞ്ചും റീഫണ്ടും ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച തൊട്ടേ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. എല്ലാ പ്രാവശ്യം ബ്ലൗസിന് മാത്രം നമുക്ക് ഡെസ്പാച്ച് താമസിച്ചാലേ പിറ്റേ ദിവസം ബുക്കിംഗ് ടൈം അനുസരിച്ച് ചെയ്യാറുണ്ട്. പക്ഷേ ബ്ലൗസിന് മാത്രം 4-5 ദിവസം ഏകദേശം ഫുൾ ഓർഡർ എടുത്തതിന് ശേഷമേ നമ്മൾ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.